ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട കൊല്ലം ജില്ലയിലെ ഷാജാൻകട അക്വാപോണിക്സ് യൂണിറ്റ് തന്നെയാണ് ഇന്നുള്ളത്. അന്ന് നമ്മൾ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ഷാജാൻക ഏകദേശം 7 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് കണ്ടത്. ഇത് കൂടാതെ ഷാജാൻകാക്ക് മുമ്പ് ഒരു ചരിത്രം ഉണ്ടായിരുന്നു. പെട്ടെന്ന് എടുത്ത് ചാടിയിട്ടല്ല ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. മുമ്പ് ചെറിയ രീതിയിൽ മത്സ്യകൃഷി തുടങ്ങി, അതിന്ന് വിജയകരമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് പുള്ളി ഈ ഒരു കൃഷിയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് പുള്ളിയുടെ പഴയ കാലഘട്ടങ്ങളിലേക്ക് ഒന്ന് പോകാം. പുള്ളി അവിടെ എന്തായിരുന്നു സെറ്റ് ചെയ്തത്, അവിടെ ഇന്നിപ്പോൾ മത്സ്യകൃഷി ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മത്സ്യകൃഷിയിലെ നൂതന ടെക്നോളജി ആയിട്ടുള്ള ബയോഫ്ലോക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ചെറിയ പരീക്ഷണം പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗപ്പീസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ അബ്ദുൽ സമദ് കുറ്റു, വെൽക്കം ടു അവർ വീഡിയോ വ്ളോഗ്. പിന്നെ നമ്മുടെ യാത്രയിൽ നിങ്ങൾ കൂടെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഫ്രണ്ട്സ്, ഇതാണ് സർക്കാർ സഹായത്തോട് കൂടിയിട്ട് ഇവിടെ ഷാജാൻക്ക് ഇവിടെ നിർമ്മിച്ചുള്ള അക്വാപോണിക്സ് യൂണിറ്റ്. ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, അത് കാണാം. അപ്പോൾ കഴിഞ്ഞാൽ ഈ ഫാമിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇവിടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുൻപ് ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ വീടിനോട് ചേർന്നിട്ട്, അടുക്കളയോട് ചേർന്നിട്ട് തന്നെ ഈ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുമ്പ് ഇവിടെ സെറ്റപ്പ് ചെയ്ത് തരണം. ഇവിടെ നിന്നാണ് ഈ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് മത്സ്യകൃഷി എന്താണെന്ന് മനസ്സിലാക്കിയതും പിന്നീടാണ് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താം. തുടക്കക്കാർക്ക് ഇത് വലിയ ഉപകാരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത് ചാടാതെ, കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിലൊക്കെ എടുത്ത് ചാടാതെ, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ എടുത്ത് ചാടാതെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പൊക്കെ കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവരുടെ അനുഭവങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം ഒരുപാട് ഉപകാരപ്പെടുന്നുള്ള വിശ്വാസമുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ മത്സ്യകൃഷി ചെയ്യുന്ന ലാഭകരം, ഈ സർക്കാർ ആനുകൂല്യങ്ങൾ, അക്വാപോണിക്സിൻ്റെ സാധ്യതകളൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഇപ്പോൾ തുടക്കത്തിൽ ഇതിലേക്ക് കടന്നു വന്നതും സെറ്റപ്പ് എങ്ങനെയാണ്, ഫസ്റ്റുള്ള സെറ്റപ്പ് എങ്ങനെയാണ്? അത് ഞാൻ നമ്മുടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ യൂണിറ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ അവിടെ ഇതുപോലത്തെ ഒരു ഷെഡ് നിന്നുള്ള ഒരു ആട്ടുംകൂട്ടിലായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് കളഞ്ഞ് കൊണ്ടുവന്ന് പകുതി ആയപ്പോഴാണ് നമുക്കൊരു മീൻ വളർത്താനുള്ള ആഗ്രഹത്തെക്കുറിച്ച് ഒരു ടാങ്ക് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ ടാങ്ക് ആക്കി എടുക്കാമെന്ന് ആലോചിച്ചു. അതായത് മരത്തിൻ്റെ ആട്ടുംകൂട് മരത്തിൻ്റെ അല്ല, ഇതേപോലെ ഭിത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തട്ടിക്കളഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഇതേപോലെ ഒരു സിമെന്റിന്റെ ആടിനെ വളർത്തിയിരുന്ന കൂടെ. അപ്പോൾ ഡോർ എടുത്ത് മാറ്റിയും മേൽക്കൂര എടുത്ത് മാറ്റിയപ്പോഴും അതൊരു ടാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പോൾ അത് എല്ലാം എടുത്ത് കളഞ്ഞപ്പോൾ അതിനകത്ത് ടാർപ്പ് ഇറക്കി നമ്മൾ വെള്ളം നിറച്ച് അങ്ങനെ അതിനകത്ത് ആദ്യത്തെ ഒരു അക്വാപോണിക്സ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്തൊരു 7000 ലിറ്റർ വെള്ളം മാക്സിമം കൊള്ളും. നമ്മൾ 200 മത്സ്യത്തെ ഇട്ടാൽ അവിടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നതല്ല. അതായത് ആ 7000 ലിറ്ററിൽ 200 മത്സ്യത്തെ ഇട്ട് ഒരു അക്വാപോണിക്സ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് മെറ്റിൽ നിറച്ച്. അപ്പം അക്വാപോണിക്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ കണ്ടുള്ള പരിചയങ്ങളും അതേ ഉള്ളൂ. അക്വാപോണിക്സിൻ്റെ മറ്ററിവുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ യൂട്യൂബിൽ അങ്ങനെ സെർച്ച് ചെയ്ത് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടു. അത് എത്ര വർഷം മുമ്പായിരുന്നു? അതൊരു ഏകദേശം 2 വർഷം മുമ്പ്. ഓക്കെ. അന്ന് ഏത് തരം കുഞ്ഞുങ്ങളെ ഇറക്കിയാണ്? ഈ സിലോപ്പിയുടെ തന്നെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മളെ ഗിഫ്റ്റ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയ ധാരണകളൊന്നുമില്ല. കിട്ടിയത് ഗിഫ്റ്റ് ആണെന്നുള്ള രീതിയിൽ കൊണ്ട് മീനിട്ട് 200 എണ്ണത്തിനിട്ട് അത് ഹാർവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു 40 കിലോ മീൻ നമുക്ക് അതിനകത്ത് കിട്ടി. അതായത് 800 മീൻ കുഞ്ഞുങ്ങൾ 200 മീൻ കുഞ്ഞുങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് 40 കിലോ മീൻ അതിനകത്ത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റി. പച്ചക്കറി വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി അത്യാവശ്യം അതിനകത്ത് നിന്ന് തക്കാളിയും പച്ചമുളകും ഒക്കെ കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായ അക്വാപോണിക്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. നമ്മൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവർ പറയുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ അക്വാപോണിക്സ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അത് കുറച്ച് ടാങ്കുകൾ കട്ട് ചെയ്ത് അത് നമ്മുടെ ഈ വീപ്പുകളുടെ ആയിരിക്കുന്ന ഒരു പീസ് അതിൻ്റെ ആ ഒരു പഴയൊരു ടാങ്കുകളും കാര്യങ്ങളും മെറ്റിൽ നിറച്ച് നമ്മൾ ചെയ്തത്. അപ്പോൾ അതെല്ലാം സക്സസ് ആണെന്ന് കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇച്ചിരിയും കൂടെ വലുതായിട്ട് ചെയ്യണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് സെറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ഈ ടാങ്കിന് വേണ്ടി ആദ്യം നോക്കിയപ്പം ചിലവ് ഭയങ്കര. നമ്മൾ സിമെൻറ്റ് കൊണ്ട് ഒരു ടാങ്ക് ഒരു 15000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക് നിർമ്മിക്കണമെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 50,000 രൂപയിൽ നമുക്ക് ചിലവ് വരും എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ടാങ്ക് ആക്കി എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഇരുമ്പുകൊണ്ട് സൈഡൊക്കെ അടിച്ചിട്ട്. ഇത് ആക്ച്വലി എന്തെന്ന് തൊഴുത്തായിരുന്നു. ഓക്കെ. അപ്പോൾ കാലികളൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, കാലി നമ്മൾ അങ്ങനെ പശുവിനൊന്നും ഒരു വസ്തു വാങ്ങിച്ചപ്പോഴേ നമുക്ക് ഇതിനകത്ത് ഈ ഒരു എരിച്ചിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പൊളിക്കാതെ അങ്ങനെ കാലിയായിട്ട് കിടന്നതുകൊണ്ട്
അപ്പോൾ അതിനകത്ത് മീൻ വളർത്താൻ വേണ്ടി ഇപ്പോൾ ടാർപ്പ വന്ന് 200 GSM-ന്റെ സ്ലിപ്പോളിംഗ് ഷീറ്റ് വാങ്ങിച്ചാൽ ഞാൻ ഇതിനകത്ത് ഇറക്കിയത്. 200 GSM-ന്റെ സ്ലിപ്പോളിംഗ് ഷീറ്റിനകത്ത് ഇറക്കി. ഇപ്പം വെള്ളം നിറച്ച് നമ്മളിതിനകത്ത് അതിന് ഗ്രോ ബെഡുകൾ ഇത് അന്നെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഇതിനകത്ത് അക്വപോണിക്സിനകത്ത് വെള്ളം ഇതിനകത്ത് വന്നിട്ടാകുന്നതിൻ്റെ ആ ഒരു ധാരണ വെച്ച് ചെയ്തതാണ് നമ്മൾ ഈ ഗ്രോ ബെഡ്. ഓക്കെ. അപ്പോൾ അന്ന് ഈ ഇതല്ലായിരുന്നില്ല, ഇതന്നെ ആയിരുന്നോ ഈ ഷീറ്റ് തന്നെ ഇട്ട്? ഇത് എത്ര 200 GSM പറഞ്ഞു? 200 GSM. ഓക്കെ. അന്ന് ഈ 200 GSM-ന്റെ ഷീറ്റ് ഇട്ട് പിന്നെ വെള്ളം നിറച്ചു. അന്ന് സ്റ്റാർട്ടിങ്ങിൽ എത്ര മീൻ കുഞ്ഞുങ്ങളാണ്? നമ്മൾ ആദ്യം ഇട്ട 500, ഏകദേശം 500 മീനെയാണ് ഞാൻ എടുത്തത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ. 500 മീനെ ഇട്ട് നമുക്ക് ഒരു 100 കിലോ 120 കിലോയ്ക്ക് അകത്തുള്ള മീനിനകത്ത് നമുക്ക് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇക്ക അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു തുടക്കത്തിൽ ഒരു ആടിൻ്റെ കൂടുണ്ടായിരുന്നു, അത് പൊളിച്ച് മാറ്റിയിട്ട് നിങ്ങൾ എന്താണ് ടാങ്ക് ഉണ്ടാക്കി 200 മീനിനെ ഇട്ട് അതിൽ നിന്ന് ഏകദേശം 40 കിലോനോളം 5-6 മാസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്തു പറഞ്ഞു, 2 വർഷം മുമ്പ്. അതിന്ന് പാടെ ഉൾക്കൊണ്ടിട്ട് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണോ ചെയ്തത്, അതോ ഒന്നും കൂടി വലുതാക്കാൻ തോന്നുകയാണോ ചെയ്തത്, അതോ പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പഠന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഇത് ഈ മീനിൻ്റെ ഇത് തുടങ്ങാൻ തന്നെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളിക്ക് നാച്ചുറൽ പോണ്ടിൽ വീട്ടിൽ ഒരു 7 സെൻറ്റിനകത്ത് ഒരു 10-2000 മത്സ്യത്തെ ഇട്ട് അവിടെ മീനുണ്ട്. അത് ചെയ്യുമ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മീൻ വളർത്തണം എന്നുള്ളത്. അപ്പം ഞാൻ അവൻ്റെ അവനായിട്ട് മിക്കവാറും ഈ മീൻ പുള്ളിയുടെ പേര് അരുണാണ്. അരുണാണ് എൻ്റെ സുഹൃത്താണ്. പുള്ളി KSEB-ൽ ആയിട്ട് വർക്ക് ചെയ്യുക. പക്ഷേ പുള്ളിക്ക് മീനോട് ഭയങ്കര കമ്പുള്ള ഒരു ടീമാണ് നമ്മുടെ സുഹൃത്ത്. അപ്പോൾ പുള്ളിയാണ് ഈ ഇതിനകത്ത് ഇത് തുടങ്ങാനുള്ള ഒരു മെയിൻ കാരണം. പുള്ളി നമ്മളെ ഒരു അരുൺ ചേട്ടനായിരുന്നു. അരുൺ എന്ന് പറഞ്ഞത്. ഓക്കെ. അരുൺ ചേട്ടൻ അവിടെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പുള്ളി നാച്ചുറൽ പോണ്ടിലാണ്, ഒന്നും സ്റ്റാർട്ടിങ് ആയിട്ടില്ല. അപ്പം നാച്ചുറൽ പോണ്ടിൽ പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളി എനിക്കൊരു ഈ നിഫാമിലൊരു ട്രെയിനിങ് കോഴ്സ് വന്നപ്പം പുള്ളിക്ക് വന്ന ചാൻസാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയി അറ്റൻഡ് ചെയ്താൽ നിനക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റുന്നു. അക്വപോണിക്സിൻ്റെ ക്ലാസ്സാണ് നിഫാമിലെന്ന്. അപ്പം ഞാൻ പോയി അറ്റൻഡ് ചെയ്ത് അതെനിക്ക് കൂടുതൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒഴിക്കും. കാരണം അവിടെ ഒരു നല്ല ട്രെയിനിങ്. എത്ര ദിവസത്തെ ക്ലാസ് ചെയ്യുന്നത്? അത് 3 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ക്ലാസ്. ആദ്യത്തെ ദിവസം മൊത്തം തിയറിക്കലായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ ദിവസം നമുക്ക് സൈറ്റ് പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള പിന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാത്തിനെക്കുറിച്ചും അവർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഫാമിലി ട്രെയിനിങ്ങിനകത്ത് നല്ല കുറേ ട്രെയിനറുണ്ട്, അവരെല്ലാം ഉണ്ട്. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു. പിന്നെ കുറേ പഠിച്ചതെന്ന് വെച്ചാൽ മൊബൈലിൽ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്ത്. ഞാൻ ആദ്യം സ്റ്റാർട്ടിങ് ചെയ്യുമ്പം ട്രെയിനിങ് കഴിഞ്ഞിട്ടല്ല സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ആദ്യം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ യൂട്യൂബിനകത്തൂടെ എങ്ങനെ മീൻ വളർത്താം. അതെന്ന് വെച്ചാൽ എനിക്ക് സൗകര്യം കുറവാണ്. നമുക്ക് ആകെപ്പാട് കുറച്ചൊരു 10-20 സെൻറ്റിനകത്തുള്ള കുളമുള്ളൂ. അപ്പം കുളം അവിടെ അരുൺ വളർത്തുന്നത് വെച്ചാൽ 7 സെൻറ്റിന് മേളിലുള്ള കുളത്തിനകത്താണ്. അപ്പോൾ അത് എൻ്റെ ഇവിടെ തുറന്ന് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടാങ്ക് കൃഷിയാണ്. അപ്പോൾ ചെറിയ ടാങ്കിനകത്ത് കൂടുതൽ മത്സ്യത്തിൽ, അതായത് മണ്ണ് കുഴിച്ചിട്ടല്ല, മണ്ണിന് മുകളിലേക്കുള്ള ടാങ്ക് നമുക്ക് ചെയ്ത് അതിനകത്ത് കൂടുതൽ മത്സ്യത്തെ വളർത്താൻ അതെങ്ങനെ വളർത്താൻ പറ്റുന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. അപ്പം യൂട്യൂബിനകത്തൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ ഈ അക്വപോണിക്സിനെ കുറിച്ചുള്ള കുറേ എന്തോ കിട്ടിയായിരുന്നു പരിപാടിയായിട്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് വെച്ച് ഈ മെറ്റലിനകത്ത് മീനെ വളർത്താം, അതിൽ പച്ചക്കറി വളർത്തിക്കൊണ്ട് മീനെ കൂടുതലായിട്ട് ഇടാൻ പറ്റുമെന്നുള്ള നോക്കി അങ്ങനെ വെച്ച് ഞാൻ സിമ്പിളായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. ഒരു 200 മീനെ ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞ ശേഷമാണ് നിഫാമിൽ ക്ലാസ് ഒക്കെ കിട്ടുന്നത്. അതെ, അത് കഴിഞ്ഞ ശേഷം നിഫാമിൽ നമുക്ക് ട്രെയിനിങ്ങിന് കിട്ടുന്ന ഒരു ക്ലാസ് കിട്ടും. അപ്പോൾ പിന്നെ അതൊരു കോൺഫിഡൻസ് ഒന്നുകൂടി കിട്ടി. ഒന്നുകൂടെ നമുക്കത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു രീതിയിലേക്ക് രണ്ടാമത്തെ സ്റ്റാർട്ടിങ്. ഇതിലിപ്പോൾ എത്ര മീനെ സ്റ്റാർട്ടിങ്ങിലിട്ട് പറഞ്ഞു? 500 ഇട്ട് സ്റ്റാർട്ടിങ്ങിലിട്ട്. സ്റ്റാർട്ടിങ്ങിലിട്ട് 500 ഇട്ട് ഒരു 120 കിലോ നമ്മൾ അതിനകത്ത് ഹാർവെസ്റ്റ് ചെയ്യുകയും ചെയ്ത് പച്ചക്കറിയൊക്കെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ഇതിനകത്ത് ഇഷ്ടം പോലെ. ഇത് ഇപ്പോൾ കുറേ പിടിച്ച് പിച്ച് പിന്നെ ഈ പൊതിനെയൊക്കെ അങ്ങ് നിറച്ചിരിക്കുക. ഈ പൊതിനെ പിടിച്ച് എടുത്ത് മാറ്റണം, കാരണം പൊതിനെ അങ്ങ് പടന്ന് കയറും. ഓക്കെ. ആ സമയത്ത് ഇതിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അക്വപോണിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പച്ചക്കറി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇട്ടിരുന്നു. ഇപ്പോൾ പുതിയ യൂണിറ്റ് തുടങ്ങിയപ്പോൾ ഇതിൽ ശ്രദ്ധ കുറച്ച് കുറഞ്ഞ ഒരു കാർഡ് പിടിച്ച് കോൺസെൻട്രേഷൻ കൊടുത്തപ്പോൾ ഇത് പഴയ പോലെ ഇവിടെ വർക്കിംഗ് ആണ്. പക്ഷേ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാരണം ബയോഫിൽട്ടർ ഉണ്ട്, MBBR-ന്റെ ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് MBBR-ന്റെ ഫിൽട്രേഷൻ യൂണിറ്റ് നമ്മൾ മറ്റേ ഡീപ്പായിട്ട് പറഞ്ഞിരുന്നു ആദ്യത്തെ വീഡിയോയിൽ. ഇത് നിങ്ങൾ അക്വപോണിക്സ് ഇപ്പോൾ ഇതാണ് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു. ഇത് ചെയ്ത അന്ന് മുതൽ ഇതിൽ MBBR ഇട്ടിരുന്നോ, അതോ ആ ഒരു സിസ്റ്റം പഠിച്ചതിന് ശേഷമാണ് MBBR-ലേക്ക് വരുന്നത്? MBBR അല്ല, ഞാൻ അതിന് മുമ്പേ തുടക്കം തൊട്ടേ MBBR ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ ഞാൻ MBBR-ന്റെ
ഓക്കെ. അപ്പൊ ഇതിലിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോണ്ട് ഇവിടെ വെച്ച് ഇതില് മോട്ടോർ വെച്ചില്ലേ, മോട്ടോർ എത്ര കപ്പാസിറ്റി, എത്ര വാട്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ 8000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള മോട്ടറാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് ഏകദേശം ഒരു 30-40 വാട്ട്സ് വോൾട്ടേജ് വരുന്ന ഒരു മോട്ടോർ, പിന്നെ 80 വാട്ട്സിന്റെ ഒരു ഇത് രണ്ട് ഫുൾ ടൈം 24 hours വർക്ക്. ഇപ്പൊ തുടക്കത്തിൽ ഇപ്പൊ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നേരിട്ട് ഇപ്പൊ വെള്ളം ആ ഒറ്റ പമ്പ് യൂസ് ചെയ്തിട്ട് വെള്ളം നേരിട്ട് ഫിൽട്രേഷനിലേക്ക് വരുന്നു. MBBR വന്നിട്ട് അതിൽ നിന്ന് വെള്ളം മറ്റേ നമ്മുടെ തൊട്ടപ്പുറത്ത് വേറെ ഒരു ബയോഫിൽറ്റർ ഉണ്ട്, അതിനകത്തോട്ട് ചെല്ലും. ഇതിൽ MBBR മാത്രമേ ഇട്ടിട്ടുള്ളൂ, തൊട്ടപ്പുറത്ത് ബയോഫിൽറ്ററിലെ ബയോസ്പോഞ്ച് മാത്രമേ. MBBR വെള്ളം നേരിട്ട് ബയോസ്പോഞ്ചിലേക്ക് പോകും, ബയോസ്പോഞ്ച് നേരിട്ട് ഗ്രോബെഡിലേക്ക് വരും. ഈ ഗ്രോബെഡിൽ നിന്ന് നേരിട്ട് തിരിച്ച് എങ്ങനെയാണ് ഇതിലേക്ക് സൈഫണിൽ കൂടെ ഇറങ്ങി ഇതിലേക്കൂടെ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒന്നിച്ചൊരു പൈപ്പ് വരും. ഈ ഇതിന്റെ സൈഫണിന്റെയും കൂടെ ഒന്നിച്ചൊരു ടാങ്ക് വന്നിട്ട് ഒരു പൈപ്പ് വന്നിട്ട് ഇത് വഴി നേരെ അതിനകത്തോട് പോയി. അതിനകത്ത് ഇവിടെ യൂസ് ചെയ്തിട്ട് മറ്റേ നമ്മള് അവിടെ സെറ്റ് ചെയ്തുള്ള അതേ ഇരുമ്പ് തകിട് ഉപയോഗിച്ചുള്ള നമ്മള് സ്ക്വയർ ട്യൂബും ഇരുമ്പ് ഉപയോഗിച്ചുള്ള എനിക്കൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിലേക്ക് ഞാൻ അത് സെറ്റ് ചെയ്തത്. മാക്സിമം എനിക്ക് വേണമെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ മാക്സിമം കുറക്കാനും നിങ്ങൾക്ക് പറ്റും, കാരണം ലേബർ ചാർജും ഐഡിയാസും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് മെറ്റീരിയൽ നമുക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽ ആയാലും അല്ല പഴയ മെറ്റീരിയൽ അതൊക്കെ ഉപയോഗിച്ച് ഞാൻ ആദ്യം പ്രശ്നം എങ്ങനെ കോസ്റ്റ് കുറച്ച് നമുക്ക് ഇതിന് സിമ്പിളായിട്ട് ചെയ്ത് നോക്കിയിട്ട് അപ്പം നമുക്ക് സക്സസ് ആണെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഒരു വലിയ യൂണിറ്റ് ചെയ്യാനും വേണ്ടി ഞാൻ ഇറങ്ങിയത്. അപ്പൊ നമുക്ക് അത് സബ്സിഡി കിട്ടി. അപ്പൊ അതും ഒരു വലിയൊരു കാര്യമായിട്ടായിരുന്നു. ഫ്രണ്ട്സ് ഇവിടെ ഗ്രോബെഡ് ഒക്കെ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് GI ഷീറ്റ് അല്ലേ? ഇവിടെ ഗ്രോബെഡ് GI ഷീറ്റ്, അതുപോലെ തന്നെ സ്ക്വയർ ട്യൂബ് പൈപ്പുകളൊക്കെ അടിയിൽ നെറ്റാണ് കൊടുത്തിട്ടുള്ളത്. നെറ്റിന്റെ മുകളിലായിട്ട് പിന്നെ GI ഷീറ്റ് ആണോ ഇത് ഷീറ്റാണോ? നമ്മുടെ ഈ അക്രിലിക്കിന്റെ ഷീറ്റ് ഉണ്ട്, അക്രിലിക് അല്ല മറ്റേ പോളികാർബണേറ്റ് ഷീറ്റ്, വേസ്റ്റ് വന്ന ഷീറ്റ് അതൊക്കെ എടുത്ത് അതിനകത്ത് നിരത്തിയിട്ടേക്കും. ഓക്കെ ഫ്രണ്ട്സ്, ആളൊരു വെൽഡറാണ്, നമ്മൾ റൂഫ് വർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വെൽഡറാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ആൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ലേബർ കോസ്റ്റ് കുറക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ളൊരു അഡ്വാൻറ്റേജ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഏകദേശം തുടക്കത്തിൽ ഇത് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കറണ്ട് ബില്ല് സാധാ എനിക്ക് തോന്നുന്നു വീട്ടിൽ വന്നുള്ള അതേ കറണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അന്ന് എങ്ങനെയായിരുന്നു ഈ എയറേറ്ററും അതുപോലെ തന്നെ ഈ മോട്ടറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ബില്ല് എത്ര വന്നു? എനിക്ക് സാധാരണ രീതി വരുന്ന കറണ്ട് ബില്ലിനകത്തുനിന്ന് ഒരു 100 രൂപയുടെയൊക്കെ വേരിയേഷൻ ഒക്കെ ഉള്ളായിരുന്നു ഇത് ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ വലിയ വാട്ട്സ് എടുക്കുന്നില്ല, ഇതിപ്പം 60 വാട്ട്സാ ഇത് എടുക്കുന്നത്. ഇത് 60 വാട്ട്സിന്റെ 60 വാട്ട്സ്, അതൊരു 40 വാട്ട്സ്. 100 വാട്ട്സിനകത്തുള്ള ഒരു ബൾബ് കത്തുന്ന കറണ്ട് മാത്രമേ നമ്മുടെ ഒരു 100 വാട്ട്സിന്റെ ഒരു ബൾബ് 30 ദിവസം കത്തിയ എത്ര രൂപ നമുക്ക് ചാർജ് വരുന്നു, ആ ഒരു ചാർജ് മാത്രമേ ഇതിനകത്തുനിന്ന് തുടക്കം മുതലേ ഇതില് എയറേറ്ററും അതുപോലെ തന്നെ പമ്പും തുടക്കം മുതൽ വെച്ചിരുന്നു. പിന്നെ ഇതിനകത്ത് എയറേറ്റർ കൊടുത്തിട്ടുണ്ട്. എയർ സ്റ്റോൺ ഉണ്ട്. ഈ എയർ സ്റ്റോൺ എന്ന് വെച്ചാൽ നമ്മുടെ MBBRനെ കറക്കണം. അതിനകത്ത് MBBR നല്ല രീതിയിൽ ഡിഫ്യൂസർ ഒന്നും ഇട്ടിട്ടില്ല. ഡിഫ്യൂസർ ഇല്ല അതിനകത്ത് വെച്ചാൽ നമ്മൾ MBBR സ്റ്റാർട്ടിംഗ് അല്ലേ, അപ്പൊ അതിനകത്ത് കിട്ടിയ നമുക്ക് അന്നേരം കിട്ടുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ട്രെയിനിങ് കിട്ടിയപ്പോൾ നമുക്ക് കുറേയും കൂടെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ MBBRനകത്ത് ഉപയോഗിക്കേണ്ട രീതികളും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് തന്നെ ഒരുപാട് പഠിച്ചു. ഓക്കെ. പിന്നെ തുടക്കത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ എന്താണ് ക്ലാസ്സും അതുപോലെ തന്നെ ക്ലാസ്സിലുപരി എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത വലിയ യൂണിറ്റ് ഇപ്പം നമ്മൾ മുമ്പ് കണ്ടതുപോലത്തെ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ടുണ്ടാവും. ഇതിൽ ഇപ്പം നിങ്ങൾ നേരിട്ട വെല്ലുവിളി എന്തൊക്കെയായിരുന്നു? കാരണം വെച്ചാൽ അക്വാപോണിക്സിൽ ഇപ്പം 100ക്ക് ഒരു 85% ഫെയിലിയർ ആണ് പുറത്തു വരുന്ന റിസൾട്ടാണ്. നമ്മൾ ഫാമുകൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പം അറിയുന്നവരും ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഈ അക്വാപോണിക്സിൽ? ആദ്യം ഫസ്റ്റ് യൂണിറ്റ് ചെയ്ത സമയത്ത് വെച്ചാൽ എനിക്ക് അമോണിയയുടെ ലെവല് നല്ല രീതിയിൽ പോകുമായിരുന്നു. ഫസ്റ്റ് അതിനകത്ത് വെച്ചാൽ നമുക്ക് ഈ MBBRന്റെ ഫിൽറ്ററൊന്നും അതിനകത്തില്ല. ഇപ്പോൾ സാധാരണ മെറ്റിൽ കൊണ്ടുള്ള, അതായത് അന്നൊന്നും നമുക്ക് തിയറിക്കലായിട്ട് ഒന്നും ഒരു ബോധമില്ല. പക്ഷേ ഈ യൂട്യൂബിൽ കൂടെ കണ്ടുള്ള പരിചയങ്ങൾ വെച്ച് മാത്രം നമ്മൾ ചെയ്തൊരു യൂണിറ്റാണ്. അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആ ഒരു അമോണിയ കൂടുമ്പോൾ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ വെള്ളം എക്സ്ചേഞ്ച്, അതാണ് ഞാൻ അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കൊരു നല്ല രീതിയിൽ അമോണിയ കൂടി കഴിയുമ്പോൾ അന്ന് എനിക്ക് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ മീൻ ഫുഡ് എടുക്കാതെ വരുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലാവും വെള്ളത്തിന് എന്തോ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അതിനകത്തുനിന്ന് ഒരു പകുതി വെള്ളം കളഞ്ഞിട്ട് പകുതി വെള്ളം ആഡ് ചെയ്യും. അന്ന് ഈ ലിക്വിഡ് ഒന്നും അതിന്റെ ഉപയോഗമൊന്നും അറിയില്ലായിരുന്നു. നമുക്ക് അതിന്റെ ഉപയോഗങ്ങൾ അറിയത്തില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ചെക്ക് ചെയ്തിട്ടുണ്ട്. pH മാത്രം ചെക്ക് ചെയ്യാൻ നമ്മളെ സുഹൃത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ അവര് കുളത്തിലെ വെള്ളം ചെക്ക് ചെയ്യുന്ന അത് കണ്ടിട്ടുള്ള ആ ഒരു ഇത് വെച്ചുകൊണ്ട് മാത്രം അല്ല അമോണിയൊക്കെയുള്ള ലിക്വിഡ് അവിടെ കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്തോന്നോ അതിനെപ്പറ്റി ഒന്നും യാതൊരു ബോധമില്ല.
അപ്പം നമ്മളത് ചെയ്ത് അപ്പോൾ അതിനകത്ത് അമോണിയ ഉണ്ടാകുന്ന സമയത്തെന്ന് വെച്ചാൽ അമോണിയ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് വെള്ളം എക്സ്ചേഞ്ചിങ്, ബാക്കിയുള്ളത് പിന്നെ അടുത്ത വീണ്ടും ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അമോണിയയുടെ എന്തെങ്കിലും വിഷയങ്ങൾ വരുന്നുള്ളൂ. കാരണം ഗ്രോബഡ് വലിയ ഒന്നുമല്ലല്ലോ, നമുക്ക് അതിന് വേണ്ട ഗ്രോബഡുകളൊന്നും ഇല്ല. ഒരു കുറച്ച് ഗ്രോബഡുകൾ മാത്രം വെച്ചുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഈ 500 ലിറ്ററിൻ്റെ ടാങ്ക് കട്ട് ചെയ്ത് അതിനകത്ത് ബെൽസൈമൻ സെറ്റ് ചെയ്ത് മെറ്റിൽ നിറച്ച് അതിനകത്ത് ഒരു മൂന്ന് എന്തോന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ ഒരു ടാങ്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ 1/3 ഉള്ളൂ. നമുക്ക് വേണ്ടത് വെള്ളം ഒരു ഭാഗം വാങ്ങി 3 ഭാഗം മെറ്റിലാണ്, എന്താ ഗ്രോബഡാണ് വേണ്ടത്. ഇത് നേരെ തിരിച്ചായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അത്രയും പ്രോബ്ലങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും വളർച്ചയിൽ വലിയ രീതിയിൽ അത് ബാധിച്ചില്ല. കാരണം ഒരു ആവറേജ് 300 ഗ്രാമിന് അടുത്ത് മീനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തുടക്കത്തിൽ നമ്മളിപ്പോൾ മീനിട്ട് ഇതിലാണെങ്കിലും ഇട്ട് ഇതിന് മുമ്പ് വളർത്തിയിലാണിട്ട് മീനുകൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? മീനുകൾക്ക് ആദ്യമായിട്ട് ഫംഗസിൻ്റെ ഒരു നമ്മൾ മീൻ കൊണ്ടുവരുമ്പോൾ അതായത് വെച്ചാൽ ചില ഹാച്ചറികളിൽ നിന്നൊക്കെ എടുക്കുന്ന മീനിന് ഫംഗസിൻ്റെ ഒരു പ്രോബ്ലം. ഈ ടാങ്ക് കൃഷിയിൽ ഏറ്റവും മത്സ്യകൃഷി കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു ഏറ്റവും വലിയ കേസാണ് ഈ ഒരു ഫംഗസ് ബാധ. ഫംഗസ് ബാധ നമ്മൾ പിടിച്ച് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ. ഈ ഒരു മത്സ്യകൃഷിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇതിനകത്ത് ഫംഗസ് ബാധിച്ച് ഈ ചത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എന്തോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കുറയ്ക്കാനും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഉപ്പും പിന്നെ മറ്റേ മെത്തിലിൻ ബ്ലൂ കൂടെ മിക്സ് ചെയ്യുക എന്നുള്ള, അതായത് എന്തെങ്കിലും ഫംഗസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ടിങ്ങിൽ വെള്ളം കുറച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ, അതായത് വെള്ളം മാക്സിമം കുറച്ച് നിർത്തി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ അതിന് എന്തോന്നാവണം, എഫക്റ്റ് ആവണം. അപ്പോൾ വെള്ളത്തിൽ നേരിട്ട് നമ്മൾ ഇതിനെ മീനുള്ള സമയത്ത് തന്നെ 1 ലിറ്ററിൽ 5 ഗ്രാം ഉപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ 1 ലിറ്ററിൽ 5 ഗ്രാം കല്ലുപ്പ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും. പിന്നെ അതിനകത്ത് മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു 5000 ലിറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കളറ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒരു സ്കൈ ബ്ലൂ ലെവലിലെത്തുന്ന രീതിയിൽ മാത്രം ആഡ് ചെയ്യുക, അതായത് കുറഞ്ഞ ഡോസ് മാത്രം. അത് നമ്മൾ അളവല്ല, നമ്മൾ ആ കളറ് ഒരു സ്കൈ ബ്ലൂ വരുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു അല്ലേ? അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുള്ള റിസൾട്ട് കിട്ടിയിരുന്നു. ഓക്കെ. പിന്നെ ഇതിനകത്ത് നട്ടർ കൊണ്ടിട്ട സമയത്തും ഈ ഇതുണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ വെള്ളം കുറച്ച് നിർത്തി മെറ്റിലിൻ ബ്ലൂ ഉപ്പ് ആടി റിസൾട്ട് ഉണ്ടായിരുന്നു. അത് ഒരു 10 എണ്ണേ എത്തുള്ളൂ, ബാക്കി എല്ലാം രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഗ്രോ ബെഡിൽ പച്ചക്കറികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നപ്പോൾ നേരിട്ടപ്പോൾ എന്തെങ്കിലും ട്രീറ്റ് ചെയ്തിരുന്നോ? ഗ്രോ ബെഡിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വേസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വരുന്ന ഖരമാലിന്യങ്ങൾ നമ്മൾ അവിടെ നീക്കം ചെയ്യുന്നു. അതായത് നമ്മളെ ഫിൽട്രേഷൻ ഇവിടെ സ്ട്രോങ് ആയിരുന്നു. അതന്നെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഗ്രോ ബെഡ് ബ്ലോക്ക് ആവുക, സൈഫൺ ബ്ലോക്ക് ആവുക, അങ്ങനത്തെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെയും ഈ ഗ്രോ ബെഡിനകത്ത് വിഷയങ്ങൾ ഒരു 90% ഇല്ലായിരുന്നെന്ന് പറയാം. കാര്യം പിന്നീട് ഞാൻ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ആദ്യം ചെയ്തതിൽ തന്നെ നമുക്ക് മെക്കാനിക്കൽ ഫിൽട്ടർ, അതായത് ഒരു സ്ട്രോങ് ആയിരുന്നു. ആദ്യം ചെയ്തപ്പോൾ തന്നെ ഇതിനകത്ത് വേസ്റ്റ്, നമുക്ക് ഈ ഗ്രോ ബെഡിനകത്ത് വേസ്റ്റിൻ്റെ ആവശ്യകതയില്ല. നമുക്ക് വേണ്ട ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഈ നൈട്രേറ്റാണ് നമുക്കിതിനകത്ത് വേണ്ടത്. അപ്പോൾ അത് ഓൾറെഡി അമോണിയയുടെ ലിക്വിഡായിട്ട് അമോണിയ വരുന്നത്. അപ്പോൾ അവിടെ വേസ്റ്റ്, അതായത് പലരും ഒരു ധാരണ പല ആൾക്കാരും ചെയ്യുന്നത് വേസ്റ്റിനെ ഡയറക്റ്റ് പച്ചക്കറിയിൽ എത്തിക്കുക. അത് നമ്മൾ പണ്ട് മുതൽ ചെയ്തു വരുന്ന ഒരു കൃഷിയുടെ രീതി അനുസരിച്ചാണ് അവരും ചെയ്യുന്നത്. പച്ചക്കറിയിൽ നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് എത്തിക്കുക. വേസ്റ്റ് എത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ക്ലോഗ് ആവുമെന്ന് വെച്ചാൽ ഓക്സിജനേഷൻ്റെ ഒരു കുറവവിടെ സംഭവിക്കുമ്പോൾ അതിനകത്ത് ബാക്ടീരിയ ചത്തുപോകാനും പിന്നെ അവിടെ പ്രവർത്തനം നടക്കാതിരിക്കാനും, അതുകൊണ്ടാണ് നെറ്റിൽ ചെയ്യുന്ന പലയിടത്തും ഫെയിൽ ആവാനുള്ള ഒരു കാരണം ഇതിനകത്ത് ഈ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഞാനും മനസ്സിലാക്കിയില്ല. പക്ഷേ ഞാൻ ചെയ്തിരുന്ന ഒരു അന്ന് ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ടാങ്കിനകത്ത് നിറച്ചും 2 ടാങ്ക് നിറച്ച് വലയായിരുന്നു. അപ്പോൾ ഈ വലയ്ക്കകത്ത് നിന്ന് മാക്സിമം വേസ്റ്റ് അവിടെ തങ്ങിയിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന വെള്ളത്തിനകത്ത് വേസ്റ്റ് ഇല്ല, പിന്നെ അമോണിയ മാത്രമേ ഉള്ളൂ. അവിടെ അമോണിയ നൈട്രേറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേക MBBR ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. അവിടെ ഉപയോഗിച്ചിരുന്ന മെറ്റിൽ മാത്രമാണ്. പക്ഷേ മെറ്റിലിനകത്ത് ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സൈഫൺ വർക്കിംഗ് കറക്റ്റായിരുന്നു. ഇതിനകത്തുള്ള ഏറ്റവും ഒരു ഗ്രോ ബെഡ് പലരുടെയും ഈ പച്ചക്കറി ഇല്ലാതെയും പിന്നെ വർക്കിംഗ് നടക്കാതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സൈഫൺ വർക്കിംഗ് കറക്റ്റ്. അതായത് ഒരു ബെഡിൽ നമ്മൾ 1 അടിയാ ഒരു ബെഡിൻ്റെ പൊക്കം എന്ന് പറയുന്നത്. അതിനകത്ത് 2 ഇഞ്ച് ഡ്രൈ സോൺ ആയിരിക്കണം. അതായത് ഈ 2 ഇഞ്ചിൽ നമുക്ക് വെള്ളം വരത്തില്ല, മെറ്റിൽ മാത്രം. ബാക്കി 8 ഇഞ്ച് ഈ ഏരിയയിൽ വെള്ളം എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കണം. ഇതാണ് സൈഫണിൻ്റെ വർക്ക്. ഈ വെള്ളം കയറി ഇറക്കം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെറ്റിലിനകത്ത് ബാക്ടീരിയകൾ ഇരിക്കത്തില്ല. ഇതിനകത്ത് വെള്ളം ഫുൾ ടൈം നിൽക്കുന്നാലും ദോഷമാണ്, ഫുൾ ടൈം ഇല്ലാതിരുന്നാലും ദോഷമാണ്. ഈ ഏരിയയിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. ഇത്ര ഏരിയ ഈ ഒരു 2 ഇഞ്ചിൽ വെള്ളം തീരുന്നില്ല. അതെപ്പോഴും അവിടെ
നിൽക്കുന്ന ഒരു ഏരിയ. ആ ഒരു പ്രവർത്തനം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോ ബെഡുകൾ ഫുള്ളി സക്സസ് ആയിരിക്കും, കുഴപ്പമില്ല. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ചെറിയ യൂണിറ്റിൽ നിന്ന് തന്നെ വേണ്ട രീതിയിലുള്ള അറിവൊക്കെ സമ്പാദിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു വലിയ യൂണിറ്റ് അപ്പൊ ഈ വലിയ യൂണിറ്റിലേക്ക് പോകുമ്പോൾ അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ വലിയ യൂണിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ ആനുകൂല്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അറിയായിരുന്നോ? എങ്ങനെയാണ് ഇത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം? ഞാൻ ഈ യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഈ സർക്കാരിൽ നിന്നുള്ള സബ്സിഡി കിട്ടുമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്നുള്ളതൊന്നും പ്രതീക്ഷ ഉണ്ടോ അല്ലെങ്കിൽ അറിവുകൊണ്ടോ എല്ലാം ചെയ്തത് ആഗ്രഹം കൊണ്ട് മാത്രം. നമുക്ക് മീൻ വളർത്തണം, അതിനെ കൂടുതൽ മീൻ വളർത്തണം, അതായത് കുറച്ച് ഏരിയയിൽ കൂടുതൽ മീൻ വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ അക്വാപോണിക്സിലോട്ട് നമ്മൾ എത്തിയത്. അപ്പോൾ പക്ഷേ അതിൽ നിന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സർക്കാരിൻ്റെ സബ്സിഡി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ആ ഒരു വലിയ പ്രോജക്റ്റിൽ എന്ന് പറയുന്നത് നമുക്ക് എന്നെ സംബന്ധിച്ചോളം ഈ 7 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. കാരണം നമ്മളെ കൊണ്ട് സാധാരണ അത് ദൈവത്തിൻ്റെ ഒരു എന്തുകൊണ്ടാണ്, കാരണം ഒരു മനുഷ്യൻ നമുക്ക് ഞാനിത് ചെയ്യണം എന്നുള്ളൊരു അത് എങ്ങനെയൊക്കെയോ നമുക്ക് ആ ഒരു സാഹചര്യങ്ങൾ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സബ്സിഡി ഏറ്റവും വലിയൊരു ഒന്നായിരുന്നു. നമുക്ക് മറ്റേ സോഫിയ മേഡം ആയാലും പ്രിയ മേഡം ആയാലും FFD അവരൊക്കെ ഭയങ്കര ഹെൽപ്പിങ്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ അതേ സമയത്ത് നമ്മളിപ്പോൾ ചെന്നാൽ നമുക്ക് പലരും പറയാറുണ്ട് FFD ആയാലും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ഇതൊന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നല്ല ഹെൽപ്പായിരുന്നു. സർക്കാർ പോയപ്പോൾ നേരിട്ട് കാര്യങ്ങൾ ബുദ്ധിമുട്ടൊന്നും തരേണ്ടില്ല. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ രീതി ചെയ്യും, പെട്ടെന്ന് അത് ചെയ്താൽ ഞാൻ അവർ ഇവിടെ വന്ന സമയത്തായപ്പോലും മേഡമൊക്കെ ഇവിടെ വന്ന സമയത്ത് ഈ യൂണിറ്റ് ഒക്കെ ഉണ്ട്. അപ്പം കണ്ടപ്പം തന്നെ മേഡത്തിനും ഒരു അക്വാപോണിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണെന്ന് തോന്നിയപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ നല്ല രീതി ചെയ്യും, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നല്ല അപ്പം ചെയ്യാന്നൊക്കെ അന്നേരം തന്നെ പറഞ്ഞിട്ടാണ് അവർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും ഇത് ഒരു ഇന്നൊന്ന് കിട്ടി. പൈസയും നമുക്ക് അത് കിട്ടിയപ്പം അതും ഒരു വലിയ ഹെൽപ്പായിരുന്നു. കാര്യം ഒരു 7 ലക്ഷം രൂപ ചിലവാക്കി 2,40,000 രൂപ നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കി നമ്മൾ കണ്ടെത്തിയാൽ മതി. പൈസ മൊത്തം നമ്മൾ കണ്ടെത്തണേ പോലും ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ബാക്കി നമ്മളൊരു 3 വട്ടത്തെ ഹാർവെസ്റ്റിങ്ങിലൂടെ നമുക്ക് കൈവരുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ, പ്രവാസി സുഹൃത്തുക്കളാണ്, നാട്ടിലുള്ള സുഹൃത്തുക്കളാണ്, പിന്നെ അതുപോലെ തന്നെ വീട്ടമ്മമാർ, പല ആൾക്കാരും ഇപ്പോൾ വീട്ടിൽ മീൻ കൃഷി ചെയ്യണം, കൂടെ പച്ചക്കറി ചെയ്യണം, അതായത് അക്വാപോണിക്സ് എന്നുള്ള കൃഷി രീതി ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ തുടങ്ങിയ ചെറിയൊരു യൂണിറ്റ് ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. ഇപ്പോൾ എൻ്റെ മനസ്സിലാണെങ്കിലും ചെറിയൊരു യൂണിറ്റ് ആദ്യം ചെയ്ത് നോക്കണം, എന്നിട്ട് അതിൽ നിന്ന് വിജയം കണ്ടതിന് ശേഷം വലുതാക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? തീർച്ചയായും എല്ലാവരും ഇത് പഠിക്കണം, അതാണ് മെയിൻ ഒരു ഇത്. നമ്മൾ ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. മീൻ വളർത്തുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ധാരണ എങ്ങനെയാണ്, അതിൻ്റെ കാരണങ്ങൾ. അക്വാപോണിക്സിൽ നാച്ചുറൽ പോണ്ടിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മീനിട്ട് ഫുഡ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് നാച്ചുറലായിട്ട് കിടന്ന് വളർന്നോളും. പക്ഷേ മീനിന് ഉണ്ടാകുന്ന അസുഖങ്ങളായാലും അതിൻ്റെ അമോണിയ കൂടിയാൽ എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി അത്യാവശ്യം. പിന്നെ ചെറിയ യൂണിറ്റ് ഇതേപോലുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്ന ഇതൊന്നുണ്ടാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ യൂണിറ്റുകൾ ചെയ്ത് ആദ്യം നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് മനസ്സിൽ നമുക്ക് ഉണ്ടാവണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതൊന്നാണ്. നമുക്ക് എന്ത് വന്നാലും ഇതിനകത്ത് അത് എന്ത് പ്രോബ്ലങ്ങൾ വന്നാലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യം, അതിനെക്കുറിച്ചൊരു പഠനം അത് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വേണ്ടി വരുന്നു. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവം ഒരു വിഷയങ്ങൾ ഉണ്ടായാലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ അവിടെ ഒരു എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്യാൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം മാക്സിമം. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ചെറിയൊരു യൂണിറ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കുക, അതൊരു ചെറിയ യൂണിറ്റ് ചെയ്യുക. അപ്പോൾ ചെയ്ത് സക്സസ് ആണ് സംഭവം. ഞാൻ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷി എന്നായി അക്വാപോണിക്സ്. ഓക്കെ. ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് വീടിനോട് ചേർന്നിട്ടാണ് ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ തുടങ്ങിയപ്പോൾ വീട്ടുകാരൊക്കെ സപ്പോർട്ട് എത്രത്തോളമായിരുന്നു? കാരണം വീട്ടിന് മുന്നിൽ ഇങ്ങനത്തെ വീട്ടിൽ ഏതാണ് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വാപ്പച്ചയായാലും പിന്നെ അമ്മിച്ച, വൈഫ്, മക്കള് എല്ലാവരും, പിന്നെ പെങ്ങടെ മക്കളുണ്ട്. ഇവരൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് പണിക്കാരായിട്ട് തന്നെ കൂടുക. ഇത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഞാനില്ല പോലും നോക്കേണ്ട കാര്യമില്ല, വാപ്പച്ചത് നോക്കിക്കോളൂ. കാര്യങ്ങളെല്ലാം വാപ്പച്ച നോക്കിക്കോളും. വാപ്പച്ചായാലും മിച്ചായാലും എല്ലാവരും ഈ സാധനങ്ങളെല്ലാം നോക്കിക്കോളും. അപ്പോൾ ഹെൽപ്പ് ഏറ്റവും വലിയ അതാണ് ഏറ്റവും മെയിൻ ഒരു ഘടകം. അപ്പോൾ അവരെല്ലാവരും ഫാമിലി സപ്പോർട്ടും എല്ലാം കൂടി ഉണ്ടായപ്പോഴാണ് ഈ 7 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ നമ്മൾ വീഡിയോ കണ്ട പോലത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. കാരണം നമ്മൾ ചെറിയ യൂണിറ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് ഇത് ചെയ്താൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്തോന്നാണെന്നുള്ളതുകൊണ്ട് അവർക്കും ഒരു വിശ്വാസം ഉണ്ടായി. അത് വലിയ ഫസ്റ്റിൽ നമ്മൾ വലിയ യൂണിറ്റിൽ ഇറങ്ങുമ്പോൾ ഇപ്പൊ ഈ ഒരു യൂണിറ്റ് എത്ര എക്സ്പെൻസ് വന്നിരുന്നു? ഇതിനകത്ത് എക്സ്പെൻസ് വന്നു വെച്ചാൽ നമുക്ക് ഈ ടാങ്കിന് ഇതിന്റെ ഈ ഷീറ്റും പിന്നെ ബാക്കി അവിടെ കുറച്ച് ഇരുമ്പിന്റെ എന്തോന്നും എല്ലാം കൂടെ ഒരു 15 രൂപയ്ക്ക് അകത്തുള്ള. അതായത് ഈ ടാങ്ക് നിർമ്മാണത്തിന് 15 രൂപ ഇൻക്ലൂഡിങ് എയർ പമ്പും വാട്ടർ പമ്പും ഉണ്ടായിരുന്നു? ഇല്ലല്ല, എയറിന് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു 5000 രൂപ ഒന്ന് ചിലവ് വന്നു. മറ്റേ മോട്ടർ 3000 സംതിങ്.
ഇത് ഈ മെറ്റീരിയലിന്റെ വില നമുക്ക് കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിലെ പഴയ സാധനങ്ങളും അല്ലാതുള്ള മെറ്റീരിയലും ഒക്കെ ഉപയോഗിച്ച് എന്നാൽ ഒരു അപ്രോക്സിമേറ്റ് ഇപ്പൊ ഇതുപോലുള്ള ഒരു യൂണിറ്റ് ഒരു വീട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അക്കോബോണി സെറ്റ് ചെയ്യണമെങ്കിൽ ഈ സാധനം ചെയ്തെടുക്കണമെങ്കിൽ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു 15 രൂപയെങ്കിലും, 15 രൂപ പോരാ, ഒരു 20 രൂപയെങ്കിലും ഈ മെറ്റീരിയലും എല്ലാം കൂടെ ആവും. അപ്പൊ സ്റ്റാർട്ടിംഗിൽ ഇപ്പൊ എത്ര എക്സ്പെൻസ് വന്നു ഈ ഒരു യൂണിറ്റ്? ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് തെക്കുന്നത് മെറ്റില്, പിന്നെ അതിന്റെ ബയോഫിൽറ്ററുകൾ, പിന്നെ എയറേറ്റർ, പിന്നെ ഇൻവെർട്ടർ. ഇത് ഏറ്റവും മസ്റ്റ്. ഇതിനകത്ത് നമ്മുടെ അക്വാപോണിക്സിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ് ഇൻവെർട്ടർ. ബാക്കപ്പ് ഇല്ലാതെ നമുക്ക് അക്വാപോണിക്സോ RSO ചെയ്യാൻ പറ്റത്തില്ല. ബാക്കപ്പ് നിർബന്ധം. കാരണം വെച്ചാൽ ഒരു കാരണവശാലും എയർ കട്ടാവാൻ പാടില്ല. മോട്ടർ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറോ മോട്ടർ ഓഫായി കിടന്നാലും എയറേഷൻ ഓഫ് ആവാൻ പാടില്ല. അപ്പോൾ പവർ ബാക്കപ്പ് ആദ്യം ഇവിടെ തന്നെ നമ്മൾ തുടങ്ങി. ഇതിനു വേണ്ടി ഞാൻ അവിടെ വീട്ടിൽ ഇൻവെർട്ടർ വെച്ച്. ഓക്കെ. അത് എത്ര ബാക്കപ്പ് കിട്ടും? അത് നമുക്കൊരു 10 മണിക്കൂറൊക്കെ കിട്ടും. അപ്പോൾ ഇക്ക എവിടെ ഗപ്പി കളക്ഷൻസ് ഏതൊക്കെയാണ് ഉള്ളത്? ഈ കിടക്കുന്ന വെച്ചാൽ ഫാൻഡൽ റെഡ്, ഫുൾ റെഡ് ഫാൻഡൽ. അത് ആ ബോക്സിൽ എടുക്കുന്നല്ലേ? ഓക്കെ. ഇതില് അതിനകത്ത് തന്നെ പച്ച കളർ നമ്മുടെ ഗ്രീൻ ഇതുണ്ട്, ഗപ്പീസ് കപ്പുണ്ട്. ഗ്രീൻ ഉണ്ടല്ലേ? ചെറുതായിട്ട് പോകുന്നത് ആ കാണുന്ന ഗ്രീനിന്റെ അതിന്റെ കുഞ്ഞുങ്ങളാണ് അത്. ഓക്കെ. ഇതിനകത്ത് നടക്കുന്ന റെഡിന്റെയും വൈറ്റിന്റെയും ചെറിയ കുഞ്ഞുങ്ങൾ അതിനകത്ത് ഈ മൊത്തം കിടക്കുന്നത്. ഇതിനകത്തും അത് തന്നെ റെഡും പച്ചയും കൂടെ ഉള്ള ഗപ്പീസിന്റെ ഫുൾ റെഡും പിന്നെ വൈറ്റ് അതിന്റെയൊക്കെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത്. പിന്നെ ഇത് ഇലക്ട്രിക് ബ്ലൂവിന്റെ കുഞ്ഞുങ്ങളാണ്. ബ്രീഡിങ് മെയിൻ നോക്കുന്നത് നമ്മള് ഇതിനകത്ത് ഇതിനെല്ലാം ബ്രീഡ് ചെയ്യിക്കുക എന്നുള്ള. അതിനകത്തും ഇലക്ട്രിക് ബ്ലൂവിന്റെ ബ്രീഡിംഗ് ടൈം ബ്രീഡിംഗ് ആണ്, ബ്രീഡ് ചെയ്ത് കിടക്കുക. അതെല്ലാം ബ്രീഡായിട്ട് കിടക്കുന്നത്. ഇനി വേറെ ഏതുള്ളത്? ഇലക്ട്രിക് ബ്ലൂവിന്റെ കുഞ്ഞുങ്ങൾ തന്നെ കിടക്കുന്ന ഇലക്ട്രിക് ബ്ലൂ. വേറെ കളക്ഷൻസ് ഉണ്ട്? അതപ്പുറത്താണ് നമ്മൾ അന്ന് നേരത്തെ കാണിച്ച വീഡിയോക്കകത്ത്. നമുക്കൊന്ന് നോക്കാം. ഇതേതായിനോ? ഇത് തായ്ലൻഡ് ബ്ലൂ അല്ലേ? പിന്നെ ഇതിലൊക്കെ ഉണ്ടല്ലോ മീന്. അതിനകത്ത് ഡ്രാഗൺ. പിന്നെ ഇലക്ട്രിക് ബ്ലൂ അല്ലേ? ഓക്കെ. അത് കാണുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഒരുപാടായിട്ടുണ്ട്. ഇതിപ്പോ സെയിലിനുള്ളതാണോ എങ്ങനെയാണ്? ഞാൻ ബ്രീഡിംഗ് സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അഥവാ ഇപ്പൊ വരികയാണെങ്കിൽ ഇതൊന്നും കൊടുക്കൂല? ഇപ്പോഴേ കൊടുക്കാനല്ല, ഒരു കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഒരു ഫുള്ള് ഗപ്പീസിന്റെ തന്നെ ഒരു എന്താക്കാനും വേണ്ടിയാണ്. നമുക്ക് കുറെ ബ്രീഡിംഗ് ഉണ്ടാക്കാം. വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സാധനം വേണം, അത്ര. അത് തന്നെ. അപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ കയ്യിലുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ള സാധനം, അതായത് ഒരു 100 പേരെങ്കിലും മിനിമം നമ്മൾ കീപ്പ് ചെയ്യാന്ന്, ബാക്കി പിന്നെ സെയിൽ ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഈ കൊല്ലത്ത് ഈ പരിസരത്തുള്ളവർക്ക് ഗപ്പീസ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് അതിപ്പോ ഒരു 6 മാസത്തിനുള്ളിൽ എന്തായാലും അതിന്റെ സെയിൽ തുടങ്ങും. ഓക്കെ. അപ്പൊ അതുവരെ നമ്മൾ ഇതെല്ലാം ഇപ്പൊ തന്നെ ഇല്ല, അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം, കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാന്നല്ലേ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഇവിടെ കാണേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളിലായാലും മറ്റുള്ള കാര്യം നമ്മൾ വീഡിയോകളായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് ബയോഫ്ലോക്കിനെ കുറിച്ച്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴും അതിൻ്റെ 1-2 പ്രവർത്തനങ്ങളൊക്കെ കണ്ട് ചെറുതായിട്ട്. ഇത് അനുകരിക്കാനും വേണ്ടിയൊന്നുമല്ല, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു അറിവ് തരാനാണ്. ഇതൊക്കെ എങ്ങനെയാണ് ബയോഫ്ലോക്കിന്റെ സെറ്റപ്പ് ഇവിടെ? ഞാൻ ഇപ്പോൾ ഈ അക്വാപോണിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതോട് തന്നെ യൂട്യൂബിലൂടെയൊക്കെ നമുക്ക് ബയോഫ്ലോക്കിനെ കുറിച്ച് പല എന്തുകൊണ്ടും വരുന്നുണ്ട്. അപ്പോൾ നെറ്റിനകത്തായാലും റിസർച്ച് ചെയ്തപ്പോൾ ഈ നമ്മൾ ചിലവ് മാക്സിമം നമുക്ക് ഏരിയ കുറയ്ക്കുക. അപ്പം ഇപ്പോൾ ഇത് അക്വാപോണിക്സ് വന്നപ്പോൾ കുറേ കൂടെ കുറഞ്ഞു. അപ്പോൾ ഇതിന് അടുത്ത ടെക്നോളജി എന്ന് പറയുന്നത് അതിലും ചെറിയ ഏരിയ കൊണ്ട് നമുക്ക് കൂടുതൽ മത്സ്യത്തെ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ അതാണ് ബയോഫ്ലോക്ക്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചപ്പം ബയോഫ്ലോക്കിനെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട ഒരു നമുക്ക് ആവശ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇനിയുള്ള അങ്ങോട്ടുള്ള സ്പേസ് കുറവാണ്. 5 സെന്റിലും 3 സെന്റിലും താമസിക്കുന്നവർക്ക് മീൻ വളർത്താനുള്ള അവസരങ്ങൾ വേണം. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പം ഈ ബയോഫ്ലോക്ക് വലിയൊരു മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ എന്താ പറയാ, നെറ്റിന്നും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇതേക്കുറിച്ച് അറിയിട്ട്. എന്താണ് എന്നിട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾ ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് വെച്ചാൽ അതിനൊരു പ്രോബയോട്ടിക്, ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതിനൊരു പ്രോബയോട്ടിക് വേണം. അതായത് ഒരു ബയോഫ്ലോക്കിന് വേണ്ട പ്രോബയോട്ടിക് ഉണ്ടാക്കണം. പിന്നെ അതിന് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യണം. അതായത് 1000 ലിറ്ററിൽ 100 ml വെച്ച് ഇത് ആഡ് ചെയ്താണ് ഇതിനെ നമ്മളൊരു ബയോഫ്ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബയോട്ടിക് ഉണ്ടാക്കാനും വേണ്ടി കുറേ കണ്ടന്റ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് വെച്ചാൽ അത് പഴം, പിന്നെ കടച്ചക്ക, പിന്നെ പാല്, ഈസ്റ്റ്,
ഈസ്റ്റ് 2 തരം ഈസ്റ്റ് ഉണ്ട്. ബ്രെഡ് ഈസ്റ്റ് ഉണ്ട്, പിന്നെ ഈ ബിവർ ഈസ്റ്റ് എന്ന് പറഞ്ഞ ഈസ്റ്റ്, പിന്നെ പഞ്ചസാര അതായത് ഒരു 100, അതായത് നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 200 ലിറ്ററിൻ്റെ ഒരു ബാരലാണ് വേണ്ടത്. 200 ലിറ്റർ ബാരൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയ ബാരൽ ഞാൻ മിക്കവാറുമൊക്കെ ഈ പഴയ സെക്കൻഡ് ടാങ്കുകൾ എടുക്കുന്ന കൂട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ടാങ്കാണിത്. അപ്പോൾ ഇതിനകത്ത് 500 ലിറ്ററിനകത്ത് തന്നെ ഞാനത് സെറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് ഒരു എയറേറ്റർ വേണം, ഒരു 80-ൻ്റെ ഒരു എയറേറ്ററും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട കുറേ ഐറ്റംസ്, അതാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഇട്ട് ഈസ്റ്റും പിന്നെ വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, ഇത് രണ്ടും 7 ടാബ്ലറ്റ് അത് ഇട്ട് പിന്നെ നമ്മുടെ ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്ത് അത് മിക്സിയിലിട്ട് അടിച്ച് ലയിപ്പിച്ചിട്ട് 100 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇതിനെ ഒരു 7 ദിവസം തൊട്ട് 15 ദിവസത്തിനകം ഈ ഫ്ലോക്ക് ഇതിനകത്ത് പ്രോബയോട്ടിക് സെറ്റ് ആവുമെന്നാണ് എൻ്റെ അറിവ്. കാരണം ഇതൊരു പരീക്ഷണമാണ്. ഞാനിത് പരീക്ഷിച്ച് നമുക്ക് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ ഏത് സാധനമായാലും നമ്മൾ ആദ്യം ചെറിയ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ ഞാൻ ഇത് പരീക്ഷണം നടത്തും. അപ്പൊ ഇതിന്റെ അപ്ഡേഷൻ എന്താന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സക്സസ് ആവണേ നമ്മൾ അറിയിക്കും. അതുകൊണ്ട് അത് ഇത് സക്സസ് ആണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും. ഇതിപ്പോ ഞാൻ എന്റെ പരീക്ഷണമാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കണം. അതായത് ഈ വീഡിയോ കണ്ടിട്ട് ഒരു കാരണവശാൽ ഈ രീതി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വഴക്ക് പറയാം. ഇതിലാണ് ഇപ്പൊ ചെയ്യാനുള്ള പ്ലാനിങ് അല്ലേ? ഇപ്പൊ 1000 ലിറ്റർ വെള്ളം ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1000 ലിറ്റർ വെള്ളത്തിൽ ഇതിൽ നിന്ന് 100 ml പ്രോബയോട്ടിക് ഒഴിച്ച് പിന്നെ 1.7 കിലോ ഉപ്പ്, അതായത് 1.25 കിലോ ഉപ്പ്, പിന്നെ 100 ഗ്രാം നമ്മുടെ കുമ്മായം, ഇത് 100 ഗ്രാം ഇത് ഇത്രയും ആഡ് ചെയ്ത് എയറേഷന് കൊടുത്ത് ഞാൻ ഇട്ടേക്കുക. പിന്നെ 100 ഗ്രാം 100 ഗ്രാം ശർക്കര ആഡ് ചെയ്ത് അപ്പൊ അത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഇട്ടേക്കുവാണ്. പിന്നെ ഇതിന്റെ നമുക്ക് ഇത് ഫുഡ് ആഡ് ചെയ്യണം. സാധാരണ രീതിയിൽ 1000 ലിറ്റർ വെള്ളത്തിനകത്ത് 4 കിലോ ഫുഡ് ആഡ് ചെയ്യണ്ട. അപ്പൊ അതിന് പകരം ഞാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ അക്വാപോണിക്സ് എന്ന് വരുന്ന അതിന്റെ സ്ലറി ഇതിനകത്തോട്ട് ഞാൻ പമ്പ് ചെയ്തിട്ടേക്കുക. അപ്പം സ്ലറിയും കൊടുത്ത് അതിട്ട് എയറേഷൻ കൊടുത്തിട്ടേക്കുക. അപ്പൊ ഇതിനകത്ത് അമോണിയ നമുക്ക് 0 ആവുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അതിന് പ്രവർത്തനം തുടങ്ങിയെന്ന് നോക്കാം. പിന്നെ ക്ലോക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോ ഏകദേശം ഇതിന്റെ അൾമോസ്റ്റ് പ്രവർത്തനം ഇപ്പൊ കഴിയാനായി. എത്ര കൂടി വെയിറ്റ് ചെയ്യണം മീൻ ഇറക്കണം? ഇതിപ്പോ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇന്നലെ ഇത് ഇട്ടേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇത് ഒരുവിധം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ അമോണിയ ഞാൻ ചെക്ക് ചെയ്ത് pH നോക്കി കഴിഞ്ഞാൽ ഞാൻ മീനെ ഇതിനകത്ത് ഇടും. ഇട്ട് കഴിഞ്ഞാൽ എന്റെ പരീക്ഷണങ്ങൾ തുടങ്ങാനുള്ള ഒരു രീതിയിലല്ലേ? പിന്നെ അതുപോലെ തന്നെ വന്നാലും ഞാൻ കാരണം ഇത് നമ്മൾ ചെയ്യാതെ നമുക്ക് പഠിക്കത്തില്ല. നമ്മൾ വായിച്ച് മാത്രം പഠിക്കുക എന്ന് പറയുന്നത് അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഏത് കാര്യവും ചെയ്ത് പഠിക്കാത്തുള്ളൂ. ഇപ്പൊ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ ഫാം ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടാവും. തീർച്ചയായും അവരാരും എൻ്റെ ഫോൺ നമ്പർ ഞാൻ തരാം, കുഴപ്പമില്ല. അതിലേക്ക് വിളിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വന്ന് കാണാം. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ ഫിഷറീസ് എന്നായാലും അല്ലാതെ അവർ അവിടെ ചെന്ന് അന്വേഷിക്കുന്നവർക്ക് കൊല്ലം ജില്ലയിൽ ചെയ്ത പ്രോജക്റ്റുകളെ അവർ സന്ദർശിക്കാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിവിടെ വരുന്നുണ്ട്. സ്ഥിരം ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. അവർ കാര്യങ്ങൾ ചോദിക്കുന്നു. നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന എല്ലാം ഹെൽപ്പ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ അക്വാപോണിക്സിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് വന്നാൽ മതി. കാരണം ഒരു മാതൃകാ കൃഷിത്തോട്ടം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ട പോലെ തന്നെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ അടുത്ത് ഈ ഫാം വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നത്. കാരണം ഒന്നേ പറയാനുള്ളൂ, ചെറിയ രീതിയിൽ ഇപ്പോൾ ഇക്ക പറഞ്ഞ പോലത്തെ ഇക്കയുടെ അനുഭവം വെച്ചാൽ ആദ്യം ചെറിയ രീതിയിൽ ചെറിയ യൂണിറ്റ് തുടങ്ങി. പിന്നെ അത് ഇത്തിരി കൂടി വലുതാക്കി. പിന്നീട് അത് ഒന്നുകൂടി കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ വലുതാക്കി. അപ്പോൾ എടുത്ത് ചാടാതെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് ഇക്ക ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ അവസാന ഭാഗത്ത് കണ്ടിട്ടുണ്ടാവും ബയോഫ്ലോക്കിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയും പ്രോബയോട്ടിക്സ് ഒക്കെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. കൂടുതൽ കാര്യങ്ങൾ ഓൺലൈൻ വഴി നോക്കിയിട്ടും മറ്റ് ചർച്ചകളിൽ നിന്നൊക്കെയാണ് പുള്ളിക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടിയത്. അപ്പോൾ എങ്ങനെയായാലും എല്ലാവരും കൂടുതലായിട്ട് പഠിക്കുക. ഒരു വീഡിയോ കണ്ടിട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ നേരിട്ടൊക്കെ അടുത്തുള്ള ഫാമുകളൊക്കെ പോയിട്ട് വിസിറ്റ് ചെയ്ത് കാണുക. അതിന് നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാനുള്ളത് കൊല്ലത്താണ്. അപ്പോൾ കൊല്ലം ഈ പരിസരത്തൊക്കെ ആർക്കെങ്കിലും കൂടുതലായിട്ട് അക്വാപോണിക്സിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സമീപിക്കാൻ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഈ ഫാമൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ബൈ.